കുറച്ച് ദിവസമായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഷൈൻ ടോം ചാക്കോ എന്ന നടനാണ്. ഇന്ന് ഒരു സമയം കൊടുത്തിരുന്നു പോലീസ് ഹാജരാവാൻ വേണ്ടി. പോലീസ് പറഞ്ഞ സമയത്തിന് അരമണിക്കൂർ മുമ്പ് സുസ്മേരവദനായി ഷൈൻ ടോം ചാക്കോ എറണാകുളത്തെ പോലീസ് സ്റ്റേഷനിൽ വന്നു. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അറസ്റ്റ് ചെയ്യുമോ, എപ്പോൾ അറസ്റ്റ് ചെയ്യും? ഈ ചോദ്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആറേഴ് വർഷമായി ഷൈൻ ടോം ചാക്കോ എന്ന നടൻ ലഹരിയുടെ കേസിലായിരുന്നു. അതിൻ്റെ വിധി ഈ അടുത്ത കാലത്ത് വന്നു. ഹൈക്കോടതി ഷൈൻ ടോം ചാക്കോയെ വെറുതെ വിട്ടു. അപ്പോൾ ഈ പറഞ്ഞ കേസുകളിലൊന്നും ഷൈൻ ഉൾപ്പെട്ടിട്ടില്ല പറഞ്ഞാണ് വെറുതെ വിട്ടത്. ഒപ്പം കോടതി വിഷമത്തോടെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഈ അന്വേഷണത്തിൽ പഴുതുകൾ ഉണ്ടായിട്ടുണ്ട്, പ്രതിയെ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള പഴുതുകൾ ഉണ്ടായിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും ഷൈൻ ഇപ്പോൾ കുറ്റവാളിയല്ല, നിരപരാധിയാണ്. ആ നിരപരാധിത്വം തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് വീണ്ടും ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. അത് നായിക നടി സംസ്ഥാന അവാർഡ് നേടിയ ഇംസി അലോഷ്യസ് ആണ് ഒരു പരാതിക്കാരി. അന്ന് പറയുമ്പോൾ ഇവിടെ പരാതി നിയമാനുസൃതം ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല. അവർ പ്രതിദാനമ അമ്മയിൽ കൊടുത്തു, ചേംബറിന് കൊടുത്തു. ആ ചേംബറിന് കൊടുത്തപ്പോൾ ഷൈൻ്റെ പേര് പറഞ്ഞിരുന്നില്ല. പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പുറത്ത് പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടുന്ന് അവരാരോ ആ വാർത്ത ചോർത്ത് ഈ ആൾ ഷൈൻ ആണെന്ന് പറഞ്ഞു. അതൊരു വിവാദമായി. അങ്ങനെ വിവാദമായപ്പോൾ വിംസി കാലുമാറി. ഞാൻ പറഞ്ഞിട്ടില്ല പേര് പറയാൻ. മാത്രമല്ല, സിനിമയിലെ കാര്യങ്ങൾ സിനിമ തന്നെ തീർക്കും, അത് കോടതിയിലേക്കോ പോലീസ് സ്റ്റേഷനിലേക്കോ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് പിന്മാറി എന്നുള്ളതാണ്. എങ്കിലും ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു അന്വേഷണം. കഴിഞ്ഞ ദിവസം താമസിച്ച ഹോട്ടലിൽ പോലീസ് ഇത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെന്നു. അവിടുന്ന് ചാടി രക്ഷപ്പെട്ടു. അതിന് വിവാദങ്ങളായി. ചർച്ചകൾ ചാനലുകളിൽ കഴിഞ്ഞ 2 ദിവസമായി. ഞാൻ ഇതേക്കുറിച്ച് മാതൃഭൂമി ചാനൽ 24ലും ചർച്ചയിൽ പങ്കെടുത്ത ഒരാളാണ്. അത് കഴിഞ്ഞ് വന്ന എന്നെ അറിയാവുന്ന ചിലരൊക്കെ വിളിച്ച് പരിഹസിച്ചു. നിങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഈ ഷൈൻ ടോം ചാക്കോയെ ഒരു ചുക്കും ചെയ്യില്ല. ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്, തൃശ്ശൂരിലാണ് ഷൈൻ്റെ വീട്. ഷൈൻ്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. ഷൈൻ മുഖ്യമന്ത്രിയുടെ കടുത്ത ആരാധകരാണ്. ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായി രംഗത്തിട്ടിരുന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ ഷൈൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ പരിശോധിക്കാം. അത് നിറയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളും മുഖ്യമന്ത്രിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ബന്ധങ്ങളാണ്. അങ്ങനെയുള്ള ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? അതേക്കുറിച്ച് ശരിയാണൊരു കാര്യം. എന്തിനാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നത്, അറസ്റ്റ് ചെയ്യുന്നത്? അദ്ദേഹം മദ്യപിച്ച് ലഹരി ഉപയോഗിച്ചു എന്ന് തെളിവുണ്ടോ? അദ്ദേഹം ലഹരി സൂക്ഷിച്ചിരുന്നു തെളിവുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് പോലീസിൽ ഈ അലോഷ്യസ് പരാതി കൊടുത്തിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ്, എന്ത് പറഞ്ഞിട്ടാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഷൈൻ ടോം ചാക്കോയെ അറസ്റ്റ് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നത്? എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് തന്നെ? നിയമപ്രകാരം ഇത് ചോദ്യം ചെയ്യാൻ പോലും പരാതി കിട്ടാത്ത സ്ഥിതിക്ക്, അതായത് വിംസി അലോഷ്യസ് പരാതി കൊടുക്കാത്ത സ്ഥിതിക്ക് എന്തിൻ്റെ പേരിലാണ് പോലീസ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എന്നാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. അവർ ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചോദിക്കുകയാണ്. കാരണം ഇതിവിടെ ഈ സംഭവം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. 6-7 വർഷം മുമ്പുള്ളല്ല. ലഹരിയുടെ സ്വഭാവം മാറി മാറി വരുന്നു. മുമ്പ് കള്ളായിരുന്നു, ചാരാമായിരുന്നു, കഞ്ചാവായിരുന്നു, മറ്റായിരുന്നു. എന്തിന് വിഷമുള്ള പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ട് പോലും ലഹരി ആ കാലഘട്ടമൊക്കെ മാറി. പുതിയതിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോൾ സിന്തറ്റിക് യുഗമായി വന്നിരിക്കും, ലഹരിയുടെ സിന്തറ്റിക് യുഗമായി വന്നുകൊണ്ടിരിക്കുന്നു.
അപ്പോൾ കൊച്ചു കേരളത്തിൽ തന്നെ ഇതിൻ്റെ ഒരു മൊത്ത വ്യാപാരം എടുത്തവരുണ്ട്. അവരാര്? അവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ആ വേരുകൾ അറക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, പറ്റില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഇത് എവിടെ നിന്നാണ് വരുന്നത്, എവിടെയാണ് പിടിക്കപ്പെടുന്നത്? ഗുജറാത്തിലെ തുറമുഖത്താണ് ഏറ്റവും കൂടുതൽ ലഹരി പിടിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തുറമുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ഭാവിയിൽ ഇപ്പോൾ നമുക്കിവിടെ വലിയൊരു തുറമുഖം വന്നിട്ടുണ്ട്, അന്താരാഷ്ട്ര പ്രശസ്തമായ തുറമുഖം. ഇനി ഒരുപക്ഷെ ആ തുറമുഖം വഴി ലഹരി വന്നാൽ പിടിക്കപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല. അത്രമാത്രം ഇത് ഈ ലഹരി ശൃംഖല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വളരെ വലുതാണ്. ഇത് പലരും അറിയുന്നില്ല, അറിഞ്ഞാൽ അത് പിടിക്കപ്പെടുന്നില്ല, ചോദ്യം ചെയ്യപ്പെടുന്നില്ല. കാരണം അത് രഹസ്യമായി ചെയ്യുന്നു. ഇതിപ്പോൾ ഒരു സിനിമയുടെ സെറ്റിൽ പരസ്യമായി ഇങ്ങനൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഈ നായിക നടി ഇങ്ങനെ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അത് കിട്ടുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്താ? കഴിഞ്ഞ 10 വർഷമായി വിംസി അലോഷ്യസിൻ്റെ കുടുംബവും ഷൈൻ ടോമിൻ്റെ കുടുംബവും അടുപ്പത്തിലാണ്. അവരവർ വീട്ടിൽ പോകാറുണ്ട്, അവരടുത്ത ബന്ധുക്കളാണ്. 10 വർഷം വളരെ അടുപ്പമുള്ളവരാണ്. ആ അടുപ്പം വെച്ചുകൊണ്ടായിരിക്കാം ഷൈനിങ് ഒരു പെരുമാറിയത് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഷൈൻ്റെ പേര് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഷൈനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് പല നടികൾക്കും പറയാൻ നല്ല അഭിപ്രായമാണ്. പല നടികളും പറഞ്ഞിട്ടുണ്ട് അയാൾ മാന്യനാണ്, തമാശ പറയും, ചില കാര്യങ്ങളൊക്കെ തമാശയായിട്ട് എടുക്കേണ്ടതല്ലേ. ഒരു ലൊക്കേഷനിലായാലും എന്തിന് ഔദ്യോഗിക ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും എന്തെല്ലാം നടക്കുന്നുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഏതെങ്കിലും ഒരു സ്ത്രീയെ തൊട്ടാൽ അത് ചിലപ്പോൾ പീഡനത്തിൻ്റെ പേരിലൊക്കെ കേസ് കൊടുക്കും. ഇവർ കെട്ടിപ്പിടിക്കുന്നു, സിനിമാക്കാർ തന്നെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഹഗ് ചെയ്യുന്നുണ്ട്. ഇത് പരസ്യമായിട്ട് ചെയ്യുന്നതാണിത്. കഴിഞ്ഞ ദിവസം തന്നെ സ്റ്റേറ്റ് അവാർഡ് നടക്കുമ്പോൾ നമ്മുടെ ഒരു ജനപ്രതിനിധി തന്നെയാണെന്ന് ആലോചിക്കണം, ലേഡി വളരെ സന്തോഷപൂർവ്വം ഹഗ് ചെയ്യാൻ പോകുന്നത്, അതിന് മറ്റൊരു നടി നോക്കി അന്തപ്പെട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ അതിൻ്റേതായ സ്പിരിറ്റിലാണ് എടുക്കേണ്ടത്, അല്ലേ? അങ്ങനെ എടുക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഇത് തന്നെ വിവാദമാക്കി എടുക്കുകയാണെങ്കിൽ, ഇതന്നെ സൂം ചെയ്ത് കൊടുക്കുകയാണെങ്കിലോ ചർച്ച ചെയ്യപ്പെട്ട വിവാദമാക്കാം. അപ്പോൾ കുറേ നടികൾ പറഞ്ഞത് ഈ ഷൈനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ്, അയാൾ ഞങ്ങളോടൊപ്പം ലഹരി ഉപയോഗിച്ച് കണ്ടിട്ടില്ല, ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, പരാതി വന്നാൽ അത് ആരുടെ പേരിലായാലും ഒരു പരാതി വന്നാൽ തീർച്ചയായും അന്വേഷിക്കണം. ഇവിടെ ഷൈൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടില്ല, ഇത് സംഘടനകൾക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത്. സംഘടനകൾ പരാതി കിട്ടിയാൽ അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ നേരെ കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലേക്കാണ്, അവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അങ്ങനെ സിനിമാ സംഘടന അമ്മയായാലും ചേംബറായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതൊന്നും ചെയ്തിട്ടുമില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത്? ഇപ്പം മണിക്കൂറുകൾ കഴിഞ്ഞു ചോദ്യം ചെയ്യൽ. പക്ഷേ നമുക്കറിയാൻ പറ്റിയെന്താ, ഷൈൻ ടോം ചാക്കോയ്ക്ക് ഒരു ചുക്കും സംഭവിക്കില്ല, അയാളൊരു ചുക്കും ചെയ്യില്ല. ഈ കേസ് കോടതിയിലും ചെല്ലില്ല. എന്തിൻ്റെ പേരിലാണ് കോടതി പോകുന്നത്? ഈ അടുത്ത കാലത്ത് കോടതി വെറുതെ വിട്ടതാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കട്ടാരാധകൻ, മുഖ്യമന്ത്രിയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കുത്താൻ കത്തിയെടുക്കുന്ന അത്ര ആവേശമുള്ള ചെറുപ്പക്കാരനാണ് ഈ ഷൈൻ നാം പറയുന്നത്. ഈ എക്സൈസ് മന്ത്രിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജയിക്കാൻ വേണ്ടി എന്തെല്ലാം പ്രവർത്തിച്ചുള്ള ചെറുപ്പക്കാരാണത്. അങ്ങനെയുള്ള കുറേ ബന്ധങ്ങളുമുള്ളപ്പോൾ നിസ്സാര കാരണം പറഞ്ഞുകൊണ്ട് തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്കെന്തായാലും കാത്തിരുന്ന് കാണാം. അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള ചോദ്യം മാത്രം ബാക്കി വെച്ചുകൊണ്ട് നമുക്ക് തുടരാം.